കാറ്റുള്ളതുകൊണ്ടാണ് നമ്മൾ അടുപ്പ് വെള്ളം പുകഞ്ഞ് ചൂടടിക്കുക. നമ്മളെ ചോറ് അടുപ്പത്ത് ഇട്ടിട്ട് തിളയ്ക്കുന്നില്ല. എന്താ കുറേ നേരമായി കാറ്റ് നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോഴാണെന്ന് തീ കത്തി വന്ന് എത്ര നേരം പുകഞ്ഞിരിക്കുമായിരുന്നു. ചോറ് വേവാൻ എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. മനസ്സിലായി നീ കുറച്ച് കള്ളത്തരം ഉണ്ടെന്ന്. ഇപ്പോഴേ ചോറ് വേകുമ്പോഴത്തേക്ക് നമുക്ക് കാപ്പി പിടിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഇന്ന് നമുക്ക് നൂൽപുട്ടും പൂരിയും വെജിറ്റബിൾ കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചേമ്പ്, പച്ചക്ക, ഉരുളൻകിഴങ്ങ്. നമ്മുടെ അവിയലിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് കുക്കർ വെച്ചിട്ട് നമുക്കൊരു വിസിൽ അടുപ്പിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കുറച്ച് കറി ലീഫ് ഇടാം. ഒരു മുളക് ഇടാം. നമ്മൾ ഒരു പച്ചമുളക് ഇടാം കേട്ടോ. ഉള്ളതാണ്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, കുറച്ച് തേങ്ങ, കുറച്ച് കറി ലീഫ്. ഓക്കെ, നമ്മുടെ അവിയൽ വേവിക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ അരപ്പൊടി ഇട്ട് ഉപ്പുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. നമ്മുടെ അവിയലും റെഡിയായി കേട്ടോ. മഞ്ഞ ഉണ്ട് ഇതിൽ, വീഡിയോയിൽ കാണുമ്പോൾ മഞ്ഞ ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. മോര് കാച്ചാട്ടോ. അതിനാവശ്യത്തിനുള്ള തേങ്ങ ഇടാം. ശേഷം കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ 2-3 ഉള്ളി വെളുത്തുള്ളി, ഒരു പച്ചമുളക് കേട്ടോ. ഞാനിടും പച്ചമുളക്, ഒരു പച്ചമുളക്, ചെറിയ ജീരകം കേട്ടോ. അതാണ്ടേ ചെറിയ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് തൈരും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് നല്ലോണം മഷിയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് മോര് കാച്ചാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് തേങ്ങ ഇടാം കേട്ടോ. അതിലേക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് കടുകിടാം കേട്ടോ. കടുകിട്ട് പൊട്ടിച്ച് കടുക് ഇട്ടിട്ട് കറിവേപ്പില ഇടാം കേട്ടോ. നമുക്ക് അരച്ച് വെച്ച തേങ്ങ പുളിശ്ശേരിയുടെ ഒഴിക്കട്ടെ. ഉപ്പിടണേ. വെച്ച് വെക്കട്ടോ. നമുക്ക് കടുക് പൊട്ടിക്കാവേ. നമുക്ക് ബീറ്റ്റൂട്ട് ഇടാവേ ഇതിനകത്തോട്ട്. നമുക്ക് ബീറ്റ്റൂട്ട് ഇട്ടിട്ട് ഇതാക്കാവേ. അത് തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് റെഡിയാണ്. ഇങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ഓക്കെ, എന്നിട്ട് കടുകിട്ട് താളിക്കുന്നു. ഇട്ടില്ലേ നമ്മുടെ ബീൻസ് ഇട്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിടാവേ. അതിന് ശേഷം കുറച്ച് വെന്ത ശേഷം കുറച്ച് ക്യാരറ്റ് ഇടണം കേട്ടോ. ക്യാരറ്റ് ശകലം ചെറിയൊരു പീസ് സവാളയും കൂടെ ഇട്ട് നോക്കിയിടാം. ക്യാരറ്റ് ഇതിലിട്ടാൽ മതി. ഇത് തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണേ. ഉലുവ ഇടാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാട്ടോ. ഉള്ളി ഇതാക്കണം കേട്ടോ.
ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതാണ്. ചോപ്പ് ചെയ്തെടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ച് വെക്കട്ടെ. ചൂടാകുമ്പം കേട്ടോ നമ്മുടെ മീൻ ഫ്രൈ ആവട്ടെ കേട്ടോ. നമ്മുടെ മീനൊന്ന് ഫ്രൈ ആവട്ടെ. നമ്മളെ കറി ഫിഷ് കറിയാണ്. ഇത് ഫിഷ് കറി. നമ്മളത് തിളച്ചുകൊണ്ടിരിക്കുന്നത് വാളയും അതിൻ്റെയൊക്കെ ഇട്ട് വെച്ച ഫിഷ് കറി. ഓക്കെ, മാങ്ങയൊക്കെ ഇട്ട് വെച്ച. ഇത് മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണേ. ഇത് ബീൻസും ക്യാരറ്റും ഇട്ട് വെച്ച തോരനെ. ചോറ് കേട്ടോ, പുളിശ്ശേരി. ഓക്കെ, ഇത് നമ്മുടെ അവിയലിനകത്ത് ചേമ്പും മുട്ടയും ഇത് നമ്മുടെ ഇവിടെ ഉള്ള ഇട്ട് വെച്ചതാണേ അവിയൽ.